വെട്ട് കേക്ക് അല്ലേ, ചുട്ട കേക്ക് എന്നല്ലേ നമ്മളിവിടെ പറയാം. അതിന് വേണ്ടിയിട്ടേ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സേർ അളവിലാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ഒരു സേറ് ഫുള്ളായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 4-5 ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. പഞ്ചസാരൻ്റെ ഒരു തരി പോലും ഇല്ലാതെ ഈ മുട്ട അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 6 കപ്പ് പ്ലസ് 1/4 കപ്പ് അത്രയും മൈദ എനിക്കായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശെ മൈദ ഇട്ടിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴയൊക്കെ ശരിയായതിനു ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. കുഴച്ച് ടൈറ്റ് ആക്കാതെ ഇത്തിരി സോഫ്റ്റിലാണ് കേട്ടോ നമ്മളെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുഴച്ച് അപ്പം തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വെക്കാം. ഞാൻ ഇതിപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്ന് എടുത്തിട്ട് നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പണ്ടൊക്കെ ഇത് പരത്തിയിട്ടൊക്കെ അത് കട്ടാക്കി എടുക്കുക. ഇപ്പം ആ പണിയൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്താൽ വേഗത്തിൽ പണി അങ്ങ് ഒരുങ്ങി കിട്ടും. നമ്മളടുത്ത് ഇപ്പോൾ വൈകുന്നേരം ചായക്ക് കടിയില്ലെങ്കിൽ തന്നെ ഉമ്മ വേഗം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ചുട്ട കേക്ക്. ഒരു 5 മുട്ട പൊട്ടിക്ക് പെട്ടെന്ന് ഉണ്ടാക്കും. അന്നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കൂല കേട്ടോ. പിന്നെ ഇത് ഉമ്മ ഉണ്ടാക്കുന്നത് ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാനാണ് കേട്ടോ. പുതിയ പിള്ളേർക്കൊക്കെ ഗൾഫിലേക്ക് പിന്നെ കുറേ ദിവസം ചായ കൂട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പം നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇളച്ച എണ്ണയിലോട്ടേക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് അന്നേരം തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കും. ഏകദേശം വെന്ത് വരുമ്പോൾ തന്നെ നെയ്യിന്ന് ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് ഇത് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ കേക്കിന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വേറെ വരിയും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെ കുക്കായി വരുമ്പം തന്നെ ഇതിലേക്ക് ഇങ്ങനെ വരയൊക്കെ വന്നോളൂ. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ ഇത്. ഈ ഒരു ഇതിൽ ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് എങ്ങനെയാലും ഫ്ലോപ്പായി പോകില്ല. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് മിസ്സസ് കണ്ണൂർ ഫോളോ ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.